ഇടയ്ക്ക് ടൈപ്പ് മത്സ്യങ്ങൾ വളർത്തുന്നവർ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം തന്നെയാണ്. നമ്മൾ ലൈഫ് ഫീഡിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് കുഞ്ഞു മീനുകൾ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഫുഡ് ചെയിനിൽ നിന്നൊരു കാര്യം ആരും മറന്നു പോയത്. കാരണം അവര് വൈൽഡ് കണ്ടീഷനിൽ ഈ ചെറുത് വലിയ മീനിനെ കഴിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഫുഡ് ചെയിൻ ആ ഒരു റൊട്ടേഷൻ കറക്റ്റായി നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് നമുക്ക് പെലക്ട് കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിക്കാം. പല ഫാമുകാരും പെലക്ട് കൊടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ള മത്സ്യങ്ങളെ അവര് കുഞ്ഞിലെ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കിയിരിക്കുക, അവരുടെ ഡൈജസ്റ്റീവ് രീതികളിലെല്ലാം ഈ മറ്റ് മീനുകളെ കഴിക്കാനുള്ള ഒരു സംഭവമാണ്. ഗതികെട്ടാൽ പുല്ലും തിന്നും എന്ന് പറയുന്ന പോലെ അത് ഗതികെട്ടാൽ എന്നുള്ളൊരു വേർഡ് അവിടെ എടുത്ത് പറയേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അവർക്കത് മറ്റു വഴികളില്ലാതെ അവർ കഴിക്കുന്നതാണ്. വിശപ്പം മറ്റോ കൊണ്ട് കഴിക്കുന്നതായിരിക്കാം. അവർക്കത് ഇനഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ മീറ്റിന്റെ അതേയൊക്കെ പ്രോട്ടീൻ കണ്ടന്റ് വരുന്ന പെലക്റ്റുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ അതേപോലത്തത് ട്രെയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഫീഡ് നമുക്ക് ഒഴിവാക്കാം. പക്ഷെ എന്നിരുന്നാലും ഇടയ്ക്കെങ്കിലും ലൈഫ് ഫീഡ് കൊടുക്കുന്നത് വളരെ ബെറ്റർ ആണ്. പെലക്ട് ഫീഡ് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞാൽ ഡൈജഷൻ ഇഷ്യൂസ് ഒരുപാട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ പ്രത്യേക ടൈപ്പ് മീനുകൾ, അരോണ, അതേപോലത്തെ പീക്കോക്ക്, അതേപോലത്തെ മീനുകൾ വളർത്തുന്നവർ ഈ ലൈഫ് ഫീഡ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വളർച്ചയോ അല്ലാന്നുണ്ടെങ്കിൽ കളറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി വളരെയധികം പാടായിരിക്കും.